നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി ഉയർത്തിയെന്നതായിരുന്നു ആ പ്രഖ്യാപനം. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ ഒരു ചടങ്ങിൽ വേദി പങ്കിട്ടിരുന്നു. ആ പ്രഖ്യാപനം നടത്തി അല്ലെങ്കിൽ ആ ഒരു വാർത്ത പുറത്തു വന്നേ പിന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പല രീതിയിലുള്ള ആക്രമണങ്ങളാണ്. നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. 64,000-ഓളം കുടുംബങ്ങളെയാണ് അദ്ദേഹം അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത്. പക്ഷേ ഇതേ സമയം തന്നെ LDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് 4 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇപ്പോഴും അതിദാരിദ്ര്യം നേരിടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കും, ഈ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ. അതെ, നമ്മൾ ഇത്തരം കണക്കുകൾ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കണക്കുകളൊന്നും ശരിയല്ല. പക്ഷേ ശരി മറ്റൊന്നാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്നും അതിദാരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭരണാധികാരിക്ക് അപ്രിഷ്യേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരിയെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ദാരിദ്ര്യം എന്താണ് ദാരിദ്ര്യം? നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതോ, TV ഇല്ലാത്തതോ, അല്ലെങ്കിൽ വലിയ വീടുകളില്ലാത്തതോ, അതൊന്നും അല്ല ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഷീറ്റ് കെട്ടിയാണെങ്കിൽ നമുക്ക് കിടക്കാൻ ഒരു കൂരയുണ്ടെങ്കിൽ, 2 നേരത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ദരിദ്രരാണ്. പക്ഷേ അതിനേലും ഭീകരമാണ് അതിദരിദ്രർ. കേറിക്കിടക്കാൻ ഒരു കൂരയില്ല, കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല. അങ്ങനെയുള്ളവർ അതിദരിദ്രരാണ്. നമ്മൾ ചിന്തിക്കണം, അത്രയും പീഡനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ തിരഞ്ഞു പിടിച്ചു ആ ഭരണാധികാരിക്ക് പോകാൻ കാണിച്ച മനസ്സ്. ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹത്തിന് നില വരുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം, രണ്ടാം ഭരണാധികാരി അല്ലെങ്കിൽ 2ാം തവണ പിണറായി വിജയൻ ഭരണത്തിലേറിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു, അദ്ദേഹം ലക്ഷ്യമിട്ട ഒരു കാര്യമായിരുന്നു അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളത്തെ ഉയർത്തണമെന്നത്. അതിനുവേണ്ടി ആ ലക്ഷ്യത്തിനു പിന്നാലെ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുകയുണ്ടായി. അവസാനം അതിന് ഫലം കാണുകയും ഉണ്ടായി.